ഇത് കുടിച്ചൂടാ കേട്ടാ. അത് കുടിക്കാടെ ശീതളപാനി എന്താ ഇത് കുടിച്ചൂടാ കേട്ടാ. എന്തോ എങ്ങനെ കുടിക്കൂടാ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ പയ്യൻ എന്നെ കാണാൻ നമ്മളെ ഗൾഫിൽ നിന്ന് വന്നായിരുന്നു. നമുക്കേ നമ്മുടെ ഡോക്ടേഴ്സ് ഒക്കെ വെളിയിലുണ്ട്, അവരെ കണ്ടാലാ നിന്റെ റിവ്യൂ വേണം. നീ അറബി ഇറക്കി തരാം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ചോദിച്ചോണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ റിസൾട്ട്? എത്ര മാസമാ? 8 മാസം. 8 മാസത്തെ റിസൾട്ട് ആണ്. എങ്ങനെയുണ്ട് ഞങ്ങള് ടീം ഹാക്കിയോ? അതൊക്കെ ഈസി അല്ലേ? നിങ്ങള് പുള്ളിയാണ്. ഞാൻ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തും പോയിട്ടാണ് ഇവിടെ എത്തിപ്പെട്ടത്. പിന്നെ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതേപോലെ തന്നെ. കാരണം എന്റെ ഹെയർ ലൈൻ സ്ട്രെയിറ്റ് മുടിയായതുകൊണ്ട് ഹെയർ ലൈൻ റീക്രിയേറ്റ് ചെയ്യുന്ന കാര്യം ഭയങ്കര കോംപ്ലിക്കേഷൻ ആണെന്ന് നമുക്കറിയാം. എന്നിട്ടും എന്റെ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു നാച്ചുറൽ രീതിയിൽ തന്നെ ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ ഡോക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രോയെ പോലെയാണ്. ഞാൻ പറഞ്ഞു തള്ളിക്കതല്ലേ. അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അല്ല. ആക്ടിങ് ഈസ് വാട്ട് റിയാക്ടിങ്. ഇറ്റ് ഈസ് ബിഹേവിംഗ്. എന്നുവെച്ചാൽ ഞാൻ പിന്നെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പിന്നെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അപ്പോഴേ ഏത് രാത്രിയാണ് എപ്പോഴും ടൈം ഒന്നും നോക്കത്തില്ല. ഡോക്ടറിന്റെ അടുത്ത് അപ്പോഴേ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിന് അതിന്റെ സജഷൻ കാര്യങ്ങളെല്ലാം അവിടെ ഇരുന്ന് 8 മാസവും അവിടെ ദുബായി ഇരുന്നിട്ടാണ് ഫോളോ അപ്പ് ചെയ്ത് ഈ റിസൾട്ട് വന്നത്. ഒരു ഡോക്ടറെ നമ്മുടെ 3 അടുത്തും, അതായത് കാലിക്കറ്റ്, കൊച്ചി, തിരുവനന്തപുരം, എന്നെ ഇവൻ ഗൾഫിൽ പോയിട്ട് വിളിച്ചു പറയാണ്. വന്നത് പേഷ്യന്റ് ആണ്, ഇപ്പൊ എന്റെ സഹോദരനാണ്. സീരിയസ്ലി അവൻ എന്നെ ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞാണ്, ചേട്ടാ നിങ്ങൾ ചെയ്യണത് അനുസരിച്ചിട്ട് അല്ല നിങ്ങളുടെ പ്രൊമോഷൻ നടക്കണേ. നിങ്ങൾ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത്. സീരിയസ്ലി നിങ്ങൾ നല്ല വർക്ക് ചെയ്യണ ആൾക്കാരാണ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ സാധനമാണ്, നിങ്ങൾ കുറച്ചും കൂടെ പ്രൊമോഷനിൽ വർക്ക് ചെയ്യണം. ഞാൻ നാട്ടിൽ വരുമ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാം. എന്റെ റിസൾട്ട് വരുമ്പം ഗൾഫിൽ നിന്നൊക്കെ കുറെ അറബികളെയൊക്കെ ഇറക്കി തരാം. നമ്മളെ തന്നെയാണ് അവന്മാര് നോട്ട് വിട്ടിരിക്കുന്നത്. നമ്മളെ ഇറക്കാനുള്ള പരിപാടി ഉണ്ട്. പിന്നെ വീഡിയോസ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നതൊക്കെ നമ്മുടെ അനിയനാണ് ഇപ്പൊ പേജ് കൈകാര്യം ചെയ്യുക. അപ്പൊ അതിലോട്ടൊരു പ്രൊഫഷണൽ രീതിയിൽ എത്തിപ്പെട്ടത് അജുല പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഞങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, ചുമ്മാ ചെയ്താൽ മാത്രം പോരാ, ആള് വരും. പക്ഷെ എന്നാലും നമ്മളെ കുറച്ചും കൂടെ ആൾക്കാർ അറിയണമെന്ന് ഞങ്ങൾക്കും തോന്നി. താങ്ക് യു. എന്തായാലും ഗൾഫിൽ നിന്ന് വന്ന് ഞങ്ങളെ കണ്ട് ഒന്നും തന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഒരു കൈവതം നാട്ടിക്കരുത്. കാണാൻ വന്നതിന് വളരെ സന്തോഷമാണ്.